ഒരാൾക്ക് നന്നാവണം എന്ന് വിചാരിച്ചാൽ സ്വർഗത്തിന്റെ വാതിൽ എപ്പോഴും ഓപ്പണാണ്. ഇനി ഒരാൾക്ക് തോന്നുകയാണ് എന്റെ ജീവിതമൊക്കെ കുറെ വെറുതെ പോയി, തെറ്റുകുറ്റങ്ങൾ ചെയ്തു, എനിക്ക് നന്നാവാനുള്ള സാധ്യത കുറവാണ്, അതെ എന്റെ രഹസ്യ ജീവിതങ്ങാനും അറിഞ്ഞില്ലെങ്കിൽ അത്രയും തെറ്റുകുറ്റങ്ങളുണ്ട്, അങ്ങനെ ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ അയാൾക്കും ഇസ്ലാമിൽ പരിഹാരമുണ്ട്. മോനെ മോനെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഇതുവരെയുള്ള ദോഷങ്ങൾ പൊറുക്കാനും ഭാവി ജീവിതം നന്നാക്കാനും മോൻ എന്താ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തല്ലു. ഒരു സ്വലാത്തല്ലുമ്പോ 10 ദോഷം പൊറുക്കും. അങ്ങനെ ഒരു 10 സ്വലാത്തല്ല 100 ദോഷം പുറത്തില്ലേ? ഒരു 100 എണ്ണം ചൊല്ലിയാൽ എത്ര ദോഷം പൊറുക്കും? എത്ര നന്മ ഉണ്ടാവും? അങ്ങനെ നിന്റെ ഏട് മുഴുവനും തെറ്റിന്റെ ഏടുകളൊക്കെ മായ്ച്ച് 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 നിന്റെ ഏട് മുഴുവനും നന്മയുടെ ഏടായി മാറും. അപ്പൊ ഇസ്ലാമിൽ ജീവിച്ച ഒരാൾ ആഖിറത്തിലെത്തിയിട്ട് എനിക്ക് നന്നാവാൻ വഴിയില്ലായിരുന്നു എന്ന് പറയാനൊന്നും കഴിയൂല. അയാൾക്ക് സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു ഫാത്തിഹ ഓതിയാൽ എത്ര കൂലി കിട്ടും? എത്ര കൂലി കിട്ടും ഒരു ഫാത്തിഹക്ക്? ഖുർആനിന്റെ 2/3 ഭാഗം ഓതിയ കൂലി കിട്ടുന്ന സൂറത്താ സൂറത്തുൽ ഫാത്തിഹ. ഒരക്ഷരത്തിന് ഏറ്റവും ചുരുങ്ങിയത് 10 കൂലി കിട്ടും. Uchas Creation YouTube channel. Like, share, comment and subscribe.